1970കളുടെ അവസാനം ഈ കഥ നടക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്താണ്. മനുഷ്യ മനസ്സുകളെ ഭീതിയിലാഴ്ത്തിയ ഒരു സീരിയൽ കില്ലർ, വർഷങ്ങളോളം നടന്ന കുറ്റാന്വേഷണ പരമ്പര, നൂറുകണക്കിന് അന്വേഷണങ്ങൾ, ആയിരക്കണക്കിന് സാക്ഷി വിസ്താരങ്ങൾ, അനേകം അറസ്റ്റുകൾ. പക്ഷേ ആ മുഖമില്ലാത്ത വേട്ടക്കാരൻ പോലീസിന് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം അകലെയായിരുന്നു. ആരായിരുന്നു ആ കുറ്റവാളി? ഇത്രയും കാലം നിയമത്തിന്റെ കണ്ണിൽ നിന്ന് എങ്ങനെ അവൻ മറഞ്ഞു നിന്നു? എന്തുകൊണ്ടാണ് മുഴുവൻ കാലിഫോർണിയയും അവന്റെ പേര് കേട്ട് ഭയന്നത്? 40 വർഷത്തിലേറെ നീണ്ടുനിന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ടയുടെ കഥ. അതെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അമേരിക്കയെ പതിറ്റാണ്ടുകളോളം ഭീതിയിലാഴ്ത്തിയ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടെ യഥാർത്ഥ കഥയാണ്. എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ റൂമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1974 മാർച്ച് 19 കാലിഫോർണിയയിലെ വിസാലിയ നഗരത്തിൽ ഒരു മോഷണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറിയ അജ്ഞാതൻ വീടിനുള്ളിലുണ്ടായിരുന്ന പണക്കുടുക്കയിൽ നിന്ന് നാണയങ്ങൾ മോഷ്ടിക്കുന്നു. സമാനമായ രീതിയിലുള്ള പല ചെറു മോഷണങ്ങളും തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുക എന്നതല്ലായിരുന്നു അയാളുടെ ഉദ്ദേശം. പകരം മേശയുടെയും അലമാരയുടെയും ഡ്രോയറുകൾ തുറന്നിടുക, വസ്തുക്കൾ ചിതറിച്ചിടുക, വില കുറഞ്ഞ ആഭരണങ്ങൾ, നാണയങ്ങൾ, ഓർമ്മ വസ്തുക്കൾ മുതലായവ കൈക്കലാക്കുക. ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ജനൽപ്പാളി അഴിച്ചു മാറ്റി വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന അയാൾ പാത്രങ്ങൾ, കുപ്പികൾ എന്നിവ മുറികളുടെ പ്രത്യേക സ്ഥാനങ്ങളിൽ വയ്ക്കുന്നു. വാതിൽ തുറക്കുമ്പോൾ ഒച്ചയുണ്ടാകുന്നത് വഴി രക്ഷപ്പെടാനുള്ള ഈ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ആ പ്രവൃത്തി. ഈ വിചിത്രമായ സ്വഭാവം വിശകലനം ചെയ്ത പോലീസ് ഈ കുറ്റവാളിയെ ഒരു അസാധാരണ മോഷ്ടാവായി ലിസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട്. കാരണം ആ മോഷ്ടാവിന്റെ ഉദ്ദേശം ആ വീടുകളെയും വ്യക്തികളെയും പഠിക്കുക എന്നതായിരുന്നു. പോലീസിന്റെ ഈ നിരീക്ഷണം പിന്നീട് ശരിയായിരുന്നുവെന്ന് അയാളുടെ പിൽക്കാല പ്രവൃത്തികൾ തെളിയിച്ചു. പോലീസിന്റെ അന്വേഷണം ശക്തമായി. എന്നാൽ കുറ്റവാളിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല. ഈ കാലഘട്ടത്ത് വിസാലിയ പോലീസും അവിടെയുണ്ടായിരുന്ന ജനങ്ങളും അയാളെ വിസാലിയ റാൻസാക്കർ എന്ന് വിളിച്ചു. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് 1975 സെപ്റ്റംബർ മാസം 11-ാം തീയതി മറ്റൊരു സംഭവം നടക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് വിസാലിയ റാൻസാക്കറെ കുറിച്ചുള്ള പോലീസിന്റെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറി മറിഞ്ഞത്. കാരണം ഒരു പെറ്റി മോഷ്ടാവിൽ നിന്നും ആ രാത്രി അയാൾ ഒരു കൊലപാതകിയായി മാറുന്നു. കൊലപാതകത്തിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണരുന്ന ക്ലൗഡ് സ്നെല്ലിംഗ് തന്നെ ഉറക്കത്തിൽ നിന്നുണർത്തിയ ശബ്ദത്തിന്റെ ഉറവിടം തേടി നീങ്ങി. അവിടെ കണ്ട കാഴ്ച ഏതൊരച്ഛനെയും ഞെട്ടിക്കുന്നതായിരുന്നു. തൻ്റെ 16 വയസ്സുള്ള മകളെ മുഖംമൂടി ധരിച്ച ഒരു അജ്ഞാതൻ ബലമായി വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം ആ അജ്ഞാതനെ നേരിട്ടു. മകളെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ആ പിതാവിൻ്റെ ലക്ഷ്യം. തുടർന്ന് അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. രാത്രിയുടെ നിശബ്ദത കീറി ഒരു വെടിയൊച്ച മുഴങ്ങി. ക്ലൗഡ് സ്നെല്ലിംഗ് നിശ്ചലനായി നിലത്തേക്ക് വീണു. ആ വെടിയൊച്ച കേട്ട അയൽവാസികൾ ഓടിയെത്തുന്നത് കണ്ടതോടെ പ്രതി പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ക്ലൗഡ് സ്നെല്ലിംഗിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു പിതാവിന്റെ ജീവിതം അങ്ങനെ ആ രാത്രിയിൽ അവസാനിക്കുകയായിരുന്നു. 1975 ഡിസംബർ 12 വിസാലിയ പോലീസ് ഒരു നിർണായക തീരുമാനത്തിലെത്തുകയാണ്. എന്ത് വില കൊടുത്തും വിസാലിയ റാൻസാക്കറെ പിടിക്കണം. അതിനായി രഹസ്യാന്വേഷണ സംഘത്തെ നിയമിച്ചു. തെരുവീഥികളിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കി ഡിറ്റക്റ്റീവ് സംഘം ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഏകദേശം 8:30 റാൻസാക്കർ പതിവ് പോലെ മോഷണത്തിനായി തിരഞ്ഞെടുത്ത തെരുവീഥിയിലേക്ക് വരികയായിരുന്നു. മറിഞ്ഞിരുന്ന ഡിറ്റക്റ്റീവ് സംഘത്തലവൻ വില്യം മക്ഗോവൻ അയാളെ തടയുന്നു. അയാൾ ഒരു സ്കീ മാസ്ക് ധരിച്ചിരിക്കുകയായിരുന്നു. വില്യം മക്ഗോവൻ അയാളോട് മുഖം മൂടി മാറ്റാൻ ആവശ്യപ്പെടുന്നു. അപ്രതീക്ഷിതമായി ആ മനുഷ്യൻ മുഖം മൂടി മാറ്റുന്നു. കൂടാതെ അയാൾ കീഴടങ്ങുന്നത് പോലെ അഭിനയിച്ചു. എന്നാൽ അതൊരു തന്ത്രം മാത്രമായിരുന്നു. വില്യം മക്ഗോവന്റെ ശ്രദ്ധ തിരിക്കാൻ അയാൾ ഉപയോഗിച്ച ഒരു തന്ത്രം. ഞൊടിയിടയിൽ അടുത്തുണ്ടായിരുന്ന വേലിക്കെട്ട് ചാടിക്കിടന്ന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പുറകെ പോയ വില്യം മക്ഗോവന് നേരെ അയാൾ നിറയൊഴിച്ചു. ഉന്നം തെറ്റി വെടിയുണ്ട പതിച്ചത് ഡിറ്റക്റ്റീവിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിലേക്കായിരുന്നു.
അല്പനേരത്തിനകം മറ്റുദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും റാൻസക്കർ വീണ്ടും ഇരുട്ടിലേക്ക് മറഞ്ഞു. എന്നാൽ ഇത്തവണ അയാൾ ചില തെളിവുകൾ പിന്നിൽ ഉപേക്ഷിച്ചിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് പോലീസ് കണ്ടെത്തിയത് ഇവയൊക്കെയായിരുന്നു: ഒരു ടോർച്ച്, കാൽപ്പാടുകൾ, കൂടാതെ മോഷ്ടിച്ച ചില വസ്തുക്കളും. ഈ തെളിവുകൾ അന്വേഷണത്തിന് പുതിയ പ്രതീക്ഷ നൽകിയെങ്കിലും അവ കുറ്റവാളിയെ തിരിച്ചറിയാൻ പര്യാപ്തമായിരുന്നില്ല. പിന്നീട് ഡിറ്റക്റ്റീവ് വില്യം മക്ഗോവൻ മറ്റൊരു കൗതുകകരമായ കാര്യം വെളിപ്പെടുത്തി. താൻ നേരിട്ട ആ മനുഷ്യനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. പക്ഷേ എവിടെ, എപ്പോൾ എന്ന ചോദ്യങ്ങൾക്ക് അന്ന് ഉത്തരമുണ്ടായിരുന്നില്ല. വില്യം മക്ഗോവന്റെ ഈ വാക്കുകൾ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. കാരണം കഥയുടെ അവസാന ഭാഗം എത്തുമ്പോൾ ഈ വാക്കുകൾക്ക് ഒരു പുതിയ അർത്ഥമുണ്ടാകും. 1976 വിസാലിയയിൽ ഭീതി വിതച്ചിരുന്ന അജ്ഞാതൻ നഗരം വിട്ടുപോയതായി ഡിറ്റക്റ്റീവ്സ് കരുതി. കാരണം മാസങ്ങളോളം മോഷണങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതേസമയം കാലിഫോർണിയയിലെ സാക്രമെന്റോ നഗരത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു പുതിയ ഭീഷണി രൂപം കൊണ്ടിരുന്നു. രാത്രികളിൽ വീടുകൾക്ക് ചുറ്റും സംശയാസ്പദമായ ഒരാളെ ആളുകൾ കാണാൻ തുടങ്ങി. വീടുകളുടെ ജനലുകൾക്കരികിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. അപരിചിതമായ ഫോൺ കോളുകൾ വന്നു. ചില വീടുകളിൽ അതിക്രമിച്ചു കയറിയതിന്റെ സൂചനകളും ലഭിച്ചു. പക്ഷേ അധികം വൈകാത്തതിന്റെ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി: ഇതൊരു സാധാരണ കുറ്റവാളിയല്ല. വളരെ ക്ഷമയോടെ തന്റെ ഇരകളെ തിരഞ്ഞെടുക്കുന്ന, ഓരോ നീക്കവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരാളായിരുന്നു. അയാൾ നേരിട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് ദിവസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ ഇരകളെ നിരീക്ഷിക്കുമായിരുന്നു. വീടുകൾക്ക് ചുറ്റും രാത്രിയിൽ അലഞ്ഞു നടക്കുക, ജനാലകളിലൂടെ അകത്തേക്ക് നോക്കുക, ആരാണ് വീട്ടിലുള്ളത്, എപ്പോഴാണ് വരുന്നത് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഇതെല്ലാം അയാളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. കാർമൈക്കൽ, സിട്രസ് ഹൈറ്റ്സ്, റാൻചോ കോർഡോവ, ഇങ്ങനെ സാക്രമെന്റോയുടെ കിഴക്കൻ പ്രദേശങ്ങളിലാകെ ഭീതി പടർന്നു. പോലീസിന്റെ കൈവശം സാക്ഷിമൊഴികളും സ്കെച്ചുകളും ഉണ്ടായിരുന്നു. പലരും സംശയാസ്പദമായ ഒരാളെ കണ്ടതായി പറഞ്ഞു. എന്നാൽ ഓരോ തവണയും അയാൾ രക്ഷപ്പെട്ടു. രാത്രി വീണാൽ ആളുകൾ വാതിലുകൾ 2 തവണ പരിശോധിച്ചു, ജനലുകൾ ഉറപ്പിച്ചടച്ചു. അതിനിടയിൽ മാധ്യമങ്ങൾ ആ അജ്ഞാത കുറ്റവാളിക്ക് ഒരു പുതിയ പേര് നൽകി: ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ്. കാലം കടന്നു പോകുന്തോറും ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റിന്റെ രീതികളിലും മാറ്റം വന്നു. ആദ്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ് അയാൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ പിന്നീട് ദമ്പതികൾ താമസിക്കുന്ന വീടുകളിലേക്കും അയാളുടെ ശ്രദ്ധ തിരിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. മാധ്യമങ്ങൾ അയാൾ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ മാറ്റമുണ്ടായത്. അതായത് വാർത്തകളും അന്വേഷണ പുരോഗതിയും അയാൾ ശ്രദ്ധാപൂർവം പിന്തുടരുന്നുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ജനലിലൂടെയോ സ്ലൈഡിംഗ് വാതിലിലൂടെയോ വീടിനുള്ളിൽ പ്രവേശിക്കുക, ഉറങ്ങിക്കിടക്കുന്നവരെ അപ്രതീക്ഷിതമായി ഉണർത്തുക, ഭീഷണിപ്പെടുത്തി നിയന്ത്രണത്തിലാക്കുക. ഇതായിരുന്നു അയാളുടെ പതിവ് രീതി. എന്നാൽ അയാളുടെ യഥാർത്ഥ ആയുധം തോക്കോ കത്തിയോ ആയിരുന്നില്ല, ഭയമായിരുന്നു. ഇരകളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തകർക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ചിലപ്പോൾ മണിക്കൂറുകളോളം വീടിനുള്ളിൽ ചിലവഴിക്കുമായിരുന്നു. അലമാരകൾ തുറന്നു പരിശോധിക്കും, ഡ്രോയറുകൾ വലിച്ചിടും, അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കും. വീട്ടുടമയുടെ വീട്ടിൽ അതിഥിയെപ്പോലെ പെരുമാറും. ഇതും വെറും കുറ്റകൃത്യമല്ലായിരുന്നു. മുഴുവൻ നിയന്ത്രണവും തൻ്റെ കൈകളിലാണെന്ന് ഇരകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം മറ്റൊന്നായിരുന്നു. പല ഇരകളും അയാൾ പോയെന്ന് തോന്നിയ നിമിഷങ്ങളിൽ പോലും അയാൾ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ ഏതോ കോണിൽ ഒളിച്ചു നിന്ന് ഭയം കൂടുതൽ ആഴത്തിലാക്കുകയായിരുന്നു. ചില ആക്രമണങ്ങളിൽ അയാൾ "ഐ ഹേറ്റ് യു ബോണി" എന്ന് ആവർത്തിച്ച് പറഞ്ഞതായി ഇരകൾ പിന്നീട് മൊഴി നൽകി. ആരാണ് ബോണി എന്ന ചോദ്യത്തിന് അന്ന് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്വേഷകർ ആ പേരിന് അയാളുടെ ഭൂതകാലമായി ബന്ധമുണ്ടാകാമെന്ന് കണ്ടെത്തി. ഓരോ ആക്രമണത്തിന് ശേഷവും ഇരകൾക്ക് ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു: അവർ നേരിട്ടതൊരു സാധാരണ കുറ്റവാളിയെയല്ല, ഓരോ നീക്കവും കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന ഒരാളെയായിരുന്നു. 1978 ഫെബ്രുവരി 2 കാലിഫോർണിയയിലെ റാൻചോ കോർഡോവ. ഒരു ദമ്പതികൾക്ക് മുന്നിൽ ഒരു അജ്ഞാതൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളും ദമ്പതികളും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ഇന്നും വ്യക്തമല്ല. പക്ഷേ എന്തോ അപകടം തോന്നിയതോടെ ബ്രയാനും കാറ്റിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അജ്ഞാതൻ അവരെ പിന്തുടർന്ന് വെടിയുതിർക്കുകയായിരുന്നു. ഈ കൊലപാതകം നടന്നത് ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റിന്റെ നിരവധി ആക്രമണങ്ങൾ നടന്ന പ്രദേശത്തിന് സമീപമായിരുന്നു.
അതുകൊണ്ട് തന്നെ ഈ ഇരട്ട കൊലപാതകത്തിനും ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റിനും ബന്ധമുണ്ടോ എന്ന സംശയം പോലീസിന് ഉണ്ടായി. ആ സമയത്ത് അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്വേഷകർ ഈ കൊലപാതകവും അതേ കുറ്റവാളിയുടെ പ്രവൃത്തിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായിരുന്നു: എന്തിനും മടിക്കാത്ത ഒരു കൊടും കുറ്റവാളിയെയാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 1979 വർഷങ്ങളായി സാക്രമെന്റോ മേഖലയെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആക്രമണങ്ങൾ അവസാനിച്ചതായി തോന്നി. പക്ഷേ പോലീസ് അപ്പോഴും അയാളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതേസമയം കാലിഫോർണിയയിലെ തെക്കൻ ഭാഗത്ത് മറ്റൊരു ഭീകര പരമ്പര ആരംഭിക്കുകയായിരുന്നു. 1979 ഒക്ടോബർ മാസം സാന്റാ ബാർബറ കൗണ്ടിയിൽ ഒരു ദമ്പതികൾ ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ ഒരാൾ രക്ഷപ്പെടുകയും അയാൾ അയൽവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന ആക്രമണങ്ങളിൽ ഇരകൾക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. ഒന്നിനു പിന്നാലെ ഒന്നായി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വർഷങ്ങളോളം ഈ കേസുകളും ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റ് കേസുകളും തമ്മിൽ യാതൊരു ബന്ധവും കണ്ടെത്താനായില്ല. അവ രണ്ടും വ്യത്യസ്ത കുറ്റവാളികളുടെ പ്രവൃത്തികളാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. പക്ഷേ പിന്നീട് DNA തെളിവുകൾ മറ്റൊരു കഥ പറയാൻ തുടങ്ങി. കാലിഫോർണിയയെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഈ രണ്ട് അജ്ഞാത കുറ്റവാളികളും ഒരേ വ്യക്തിയായിരിക്കാമെന്ന സംശയം ശക്തമായി. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അയാൾക്ക് ഒരു പുതിയ പേര് നൽകി: ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കർ. 1979 ഡിസംബർ 30 ഡോക്ടർ റോബർട്ട് ഓഫർമാനും ഡോക്ടർ ഡെബ്ര മാനിങ്ങും അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകൾ പരിശോധിക്കുമ്പോൾ ആക്രമി കുറച്ചു സമയം വീട്ടിനുള്ളിൽ ചിലവഴിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ കേസ് പിന്നീട് ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കറുടെ ആദ്യ ഇരട്ട കൊലപാതകമായി കണക്കാക്കപ്പെട്ടു. 1980 മാർച്ച് അഭിഭാഷകനായ ലൈൻ സ്മിത്തും ഭാര്യ ഷെർലിൻ സ്മിത്തും അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു. കൊല്ലപ്പെട്ട ലൈൻ സ്മിത്തിന്റെയും ഷെർലിൻ സ്മിത്തിന്റെയും കേസിൽ ഡയമണ്ട് നോട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കെട്ട് കണ്ടെത്തി. ഈ കയറുപയോഗിച്ചുള്ള കെട്ടിന് കൂടുതൽ ശ്രദ്ധയും പരിശീലനവും ആവശ്യമാണ്. അന്വേഷകരെ അത്ഭുതപ്പെടുത്തിയത് സമാനമായ കെട്ട് മുമ്പ് ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റിന്റെ ചില കേസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇത് യാദൃച്ഛികമായ ഒരു സാമ്യമാണോ, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കുറ്റവാളി യഥാർത്ഥത്തിൽ ഒരാളാണോ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങി. പക്ഷേ അന്ന് DNA തെളിവുകളോ ആധുനിക സാങ്കേതിക വിദ്യയോ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ സംശയം തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. 1980 ഓഗസ്റ്റ് മാസം കീത്ത് ഹാരിങ്ടണും അവരുടെ ഭാര്യ പാട്രിസ് ഹാരിങ്ടണും കൊല്ലപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് വെറും 3 മാസങ്ങൾ മാത്രമായിരുന്നപ്പോഴാണ് അവർ കൊല്ലപ്പെടുന്നത്. 5 മാസങ്ങൾക്ക് ശേഷം ചെറി ഡൊമിംഗോയും ഗ്രിഗറി സാഞ്ചസും കൊല്ലപ്പെട്ടു. ഈ സംഭവത്തിൽ ഗ്രിഗറി സാഞ്ചസ് ആക്രമിയെ നേരിടാൻ ശ്രമിച്ചിരുന്നു. ഇതാണ് ഒരുപക്ഷെ ആക്രമിക്ക് ശക്തമായ പ്രതിരോധം നേരിട്ട അപൂർവ സംഭവങ്ങളിൽ ഒന്ന്. 1981 ശേഷം കുറ്റവാളി വീണ്ടും അപ്രത്യക്ഷനായി. 5 വർഷത്തോളം യാതൊരു ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പലരും കേസ് അവസാനിച്ചുവെന്ന് കരുതി. പക്ഷേ 1986 മെയ് 5 18 വയസ്സുള്ള ജനൽ ക്രൂസിനെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. അതാണ് പിന്നീട് ഈ പരമ്പരയുമായി ബന്ധിക്കപ്പെട്ട അവസാന കൊലപാതകം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. സാക്രമെന്റോയെ ഭീതിയിലാഴ്ത്തിയ ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റും തെക്കൻ കാലിഫോർണിയയിൽ കൊലപാതകങ്ങൾ നടത്തിയ ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കറും ഒരേ വ്യക്തിയായിരുന്നോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇനിയും 3 പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരു സംശയം നിലനിന്നു. സാക്രമെന്റോയിലെ ഈസ്റ്റ് ഏരിയ റേപ്പിസ്റ്റും തെക്കൻ കാലിഫോർണിയയിലെ ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കറും ഒരാൾ തന്നെയാണോ? അവരുടെ സംശയത്തിന് കാരണം ചില സാമ്യങ്ങളായിരുന്നു. ഇരകളെ തിരഞ്ഞെടുക്കുന്ന രീതി, കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന രീതി, സംഭവ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ചില പ്രത്യേക അടയാളങ്ങൾ, ഇതെല്ലാം ഒരേ കുറ്റവാളിയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. പക്ഷേ സംശയങ്ങൾ മാത്രം മതിയായിരുന്നില്ല, അവർക്ക് തെളിവ് വേണമായിരുന്നു.
ഒടുവിൽ 2001 DNA സാങ്കേതിക വിദ്യ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകളിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ അന്വേഷകർ ഞെട്ടിക്കുന്ന ഒരു സത്യം കണ്ടെത്തി. ഈസ്റ്റ് ഇന്ത്യ റേപ്പിസ്റ്റും ഒറിജിനൽ നൈറ്റ് സ്റ്റോക്കറും ഒരേ വ്യക്തി തന്നെയാണ്. പക്ഷേ ആരാണ് അയാൾ? കൊലയാളുടെ DNA പോലീസിന്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. 2016 FBI കേസ് വീണ്ടും സജീവമാക്കി. പുതിയ സ്കെച്ചുകൾ പുറത്തിറക്കി. $50,000 പാരിതോഷികവും പ്രഖ്യാപിച്ചു. രാജ്യമൊട്ടാകെ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കി. എന്നിട്ടും കുറ്റവാളിയുടെ പേര് കണ്ടെത്താനായില്ല. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പുതിയ വഴി പരീക്ഷിച്ചു. ജനറ്റിക് ജീനിയോളജി. ലളിതമായി പറഞ്ഞാൽ DNA ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ കുടുംബ പേരുകൾ കണ്ടെത്തുന്ന രീതി. കൊലയാളിയുടെ DNA ഒരു വംശാവലി ഡേറ്റാബേസുമായി താരതമ്യം ചെയ്തു. 100 കണക്കിന് പേരുകൾ ഉൾപ്പെട്ട ഒരു വിപുലമായ കുടുംബവൃക്ഷം പോലീസ് നിർമ്മിച്ചു. വർഷങ്ങളായുള്ള ജനനരേഖകൾ, വിവാഹരേഖകൾ, വിലാസങ്ങൾ എല്ലാം പരിശോധിച്ചു. നേരിട്ടുള്ള ബന്ധുക്കളെയല്ല, വളരെ ദൂരെയുള്ള ബന്ധുക്കളെയാണ് ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞത്. അതുതന്നെ ധാരാളമായിരുന്നു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തു തുടങ്ങി. അവസാനം എല്ലാ തെളിവുകളും ഒരാളിലേക്ക് മാത്രം എത്തിച്ചേർന്നു. പതിറ്റാണ്ടുകളായി പോലീസിനെ വെല്ലുവിളിച്ചിരുന്ന ആ അജ്ഞാതന്റെ പേര് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. 40 വർഷത്തിലേറെ നീണ്ടുനിന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ടകളിലൊന്നിന് ഒടുവിൽ ഒരു പേര് ലഭിച്ചു. ആ പേര് ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ. ബലം പുറത്തു വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല, മുഴുവൻ അമേരിക്കയും ഞെട്ടി. കാരണം അവർ കണ്ടെത്തിയത് ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാളെയായിരുന്നു. പലർക്കും അയാൾ ഒരു സാധാരണ കുടുംബനാഥൻ മാത്രമായിരുന്നു. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മറ്റൊന്നായിരുന്നു. ജോസഫ് ഡി ആഞ്ചലോ ഒരു കാലത്ത് ഒരു പോലീസ് ഓഫീസറായിരുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ ഒരു കുറ്റവാളിയായി നിൽക്കുന്നു. എങ്ങനെ തെളിവുകൾ നശിപ്പിക്കാം, എങ്ങനെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാം, ഇതെല്ലാം അയാൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ ഡിറ്റക്റ്റീവ് മക്ഗോവന്റെ പഴയ ആ വാക്കുകൾ നമുക്ക് ഓർക്കാം. ആ മനുഷ്യനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വാക്കുകളുടെ സത്യം ഇതായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം മുഴുവൻ തേടിയ കുറ്റവാളി അവരുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരത് തിരിച്ചറിഞ്ഞിരുന്നില്ല. 2018 ഏപ്രിൽ അറസ്റ്റിലായതിനു ശേഷം വർഷങ്ങളായി കാത്തിരുന്ന നീതിയുടെ നിമിഷമൊടുവിൽ അടുത്തെത്തി. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഒരിക്കൽ കാലിഫോർണിയയെ ഭീതിയിലാഴ്ത്തിയിരുന്ന ആ മനുഷ്യൻ പ്രായം ചെന്ന ഒരു വൃദ്ധനായിരുന്നു. പക്ഷേ ഇരകൾക്ക് മുന്നിൽ ഇരുന്നത് ഒരു വൃദ്ധനല്ല, അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച മനുഷ്യൻ. 2020 കോടതിയിൽ ജോസഫ് ഡി ആഞ്ചലോ താൻ ചെയ്ത കൊലപാതകങ്ങൾ ഏറ്റുപറഞ്ഞു, കുറ്റസമ്മതം നടത്തി. ഇതോടെ വർഷങ്ങളോളം നീണ്ടുനിന്ന വിചാരണ ഒഴിവായി. പക്ഷേ ഏറ്റവും വികാരഭരിതമായ നിമിഷങ്ങൾ ഇനിയും ബാക്കിയായിരുന്നു. ഇരകൾ ഓരോരുത്തരായി കോടതിയിലെത്തി. അവർ അനുഭവിച്ച ഭയം, വേദന, ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞു. പതിറ്റാണ്ടുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വാക്കുകൾ അവർ കോടതിയിൽ വിളിച്ചു പറഞ്ഞു. നീ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു, പക്ഷെ ഞങ്ങളെ തകർക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2020 ഓഗസ്റ്റ് 21 കോടതി ജോസഫ് ഡി ആഞ്ചലോയ്ക്ക് പരോളില്ലാത്ത 1-ലധികം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 40 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനും നീതിക്കായി കാത്തിരുന്ന അനേകം കുടുംബങ്ങൾക്കും അങ്ങനെ ഒരു സമാപനം ലഭിച്ചു. പക്ഷേ ഈ കേസ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഒരു കുറ്റവാളിയെ പിടികൂടിയതിനല്ല, DNA ജനറ്റിക് ജീനിയോളജി ഉപയോഗിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദുരൂഹത പരിഹരിച്ചതിനാണ്. വർഷങ്ങളോളം പോലീസിനെയും കോടതിയെയും വെല്ലുവിളിച്ചിരുന്ന ആ അജ്ഞാതൻ ഒടുവിൽ ശാസ്ത്രത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. ഇതായിരുന്നു ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടെ കഥ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കാണാൻ ആഗ്രഹിക്കുന്ന കേസുകൾ കമന്റിൽ അറിയിക്കൂ. അടുത്ത അന്വേഷണവുമായി വീണ്ടും കാണാം.